അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ലേബർ മിക്സ് വേരിയൻസ് കാണാനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് വേജസ് തന്നിട്ടുണ്ട്. ഗ്രേഡ് എ 120 വർക്കേഴ്സ് ആണ്, അറ്റ് റുപ്പീസ് എത്രയാണ് 10 പെർ ഹവർ ആണ്. ഗ്രേഡ് ബി 140 വർക്കേഴ്സ് ആണ്, അറ്റ് റുപ്പീസ് 15 പെർ ഹവർ ആണ്. ആക്ച്വൽ എത്രയാണെന്ന് പറഞ്ഞത്? ഗ്രേഡ് എ 140 വർക്കേഴ്സ് ആണ്, അറ്റ് റുപ്പീസ് 11 പെർ ഹവർ. ഗ്രേഡ് ബി 160 വർക്കേഴ്സ്, അറ്റ് റുപ്പീസ് 13 പെർ ഹവർ. ബഡ്ജറ്റഡ് എത്രയാണ് തന്നത്? 800, ആക്ച്വലി 850. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് 3 കാറ്റഗറി ഉണ്ട് മിക്സ് കാൽക്കുലേറ്റ്. അതിൽ ഏതിലാണ് അത് വരുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമ്മൾ നോക്കുക. നമുക്ക് ഏത് കേസിലാണ് വരുന്നത് നമുക്ക് ആദ്യം നമുക്ക് കോമ്പോസിഷൻ നോക്കണം അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ഫസ്റ്റ് നമുക്ക് നോക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ആകുമ്പോൾ ഗ്രേഡ് എ എത്രയാണ് വർക്കേഴ്സ്? 120 ആണ്. ഗ്രേഡ് ബിയോ 180 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുക? 200 കിട്ടും അല്ലേ ടോട്ടൽ. ഇനി അതേപോലെ നമുക്ക് എന്ത് നോക്കണം? ആക്ച്വൽ നോക്കണം. അപ്പോൾ നമുക്ക് അതിലിപ്പുറത്തെ സൈഡിൽ തന്നെ ആക്ച്വൽ ചെയ്താൽ അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വൽ ചെയ്താൽ ആക്ച്വൽ കോമ്പോസിഷൻ ഇല്ല, ആക്ച്വൽ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. ആക്ച്വൽ കോമ്പോസിഷൻ ആകുമ്പോൾ എങ്ങനെ വരിക? ഗ്രേഡ് എ എത്രയാണ് വന്നത്? 140 ആണ്. ഗ്രേഡ് 200 ആണ്. ബി 160 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നത്? 200. അപ്പോൾ എന്താണ്? ഇതും സെയിം ആണ്. അപ്പം ആക്ച്വൽ കോമ്പോസിഷനും ആക്ച്വൽ composition and standard composition are equal അല്ലേ. ഇനി നമുക്ക് അതേപോലെ ആക്ച്വൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും നോക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെ നോക്കുക? അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണുള്ളത് നോക്ക്. ഇവിടെ ബഡ്ജറ്റഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും എന്താണ് മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇതെന്ത് കോമ്പോസിഷനാണ് വരിക? 3 എണ്ണമല്ലേ ഉള്ളത്. 3-ൽ 2 എണ്ണത്തിൽ ബഡ്ജറ്റഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും എന്താണ് ഈക്വൽ ആണ് അല്ലേ. ഇവിടെ എന്താണ് ബഡ്ജറ്റഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും മാറ്റമുണ്ട് അല്ലേ. ബഡ്ജറ്റഡ് ഹവേഴ്സ് എത്ര? 800, ആക്ച്വൽ ഹവേഴ്സ് 850. അപ്പം അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പം നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യൽ? നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈക്വൽ ടു ടോട്ടൽ time of actual composition divided by total time of standard composition into standard cost of standard composition minus standard cost of actual കോമ്പോസിഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാറ്? യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലുള്ള ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഇക്വേഷനിലുള്ള ഓരോന്നും കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമുക്ക് ഇതിൽ ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും അതേപോലെ ആക്ച്വൽ കോമ്പോസിഷനും കാണാം. ഫസ്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും കാണാമെങ്കിൽ ആക്ച്വൽ കാണാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കാണാം. ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? 2 എണ്ണം ഉണ്ട്, എയും ബിയും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം കേട്ടോ. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് എൻ്റെ കാണാം. എ ഈക്വൽ ടു എത്രയാണ്? കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഏതാ എടുക്കുക? നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുമ്പം ഈ വർക്കേഴ്സിൻ്റെ ഈ ഭാഗമാണ് എന്ത്? കോമ്പോസിഷൻ വരിക. പിന്നെ കോസ്റ്റ്
വരിക ഏതാണ്? റുപ്പീസാണ് നമ്മൾ കോസ്റ്റായിട്ട് എഴുതുക അല്ലേ? റുപ്പീസാണ് നമ്മളിവിടെ കോസ്റ്റായിട്ട് എഴുതുക. കോസ്റ്റ് എന്ന് പറയുന്നത് റുപ്പീസിനെയാണ്. ഇതാണ് നമ്മൾ കോസ്റ്റായിട്ട് എഴുതുക. പിന്നെ എന്താണ് ഹവേഴ്സ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നതാണ് ഹവേഴ്സ്. അപ്പം ഹവേഴ്സിനെയാണ് നമ്മളിവിടെ ടൈമായിട്ട് എഴുതുക കേട്ടോ. അപ്പം ഇതാണ് കോമ്പോസിഷൻ. വർക്കേഴ്സിൻ്റെ ഭാഗമാണ് കോമ്പോസിഷൻ. റുപ്പീസ് എന്ന് പറയുന്ന കോസ്റ്റ്, ഹവർ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്ന ഹവർ. അത് നമ്മൾ 3 മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താണുള്ളത്? എൻ്റേതാകുമ്പം നമ്മളിങ്ങനെ കാണുക. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഏതെടുക്കുക? ഹവേഴ്സിനെയാണ് നമ്മളിവിടെ ടൈമായിട്ട് എടുക്കുന്നത്. അപ്പം ടൈം എത്രയാണ്? 8:50 ആണ് അല്ലേ? അപ്പോൾ കോമ്പോസിഷൻ എന്താണ്? ആക്ച്വലാണ്. എൻ്റെ 140, ബീൻ്റെത് 160 ആണ് അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം. എൻ്റേത് എത്രയായിരുന്നു? 140 ഇൻറ്റു ടൈം 850. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1,19,000 കിട്ടും. നെക്സ്റ്റ് ബീൻ്റെത് എത്രയായിരുന്നു? അപ്പോൾ നമ്മൾ നോക്കി, ബീൻ്റെത് 160 ആണ്. 160 ഇൻറ്റു 850. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1,36,000 കിട്ടും അല്ലേ? ഇനി നമുക്ക് എന്താക്കണം? ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ കാണണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കാണാം. അപ്പോൾ ടോട്ടൽ എത്ര വരിക? 2,55,000 വരും. ഇനി അതേപോലെ നമുക്ക് എന്താക്കണം? ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷന് നമുക്ക് ഇതേപോലെ കാണാം. അപ്പോൾ നമുക്ക് എഴുതാം, ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ. അപ്പോൾ എൻ്റെ നോക്കുക, എൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ ഈ വർക്കേഴ്സിനെയാണ് നമ്മളിവിടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? റുപ്പീസിന് എന്തായിട്ട് നമ്മൾ പറയുക? റുപ്പീസിന് നമ്മൾ കോസ്റ്റിനെയാണ് നമ്മൾ റുപ്പീസായിട്ട് പറയുക കേട്ടോ. കോസ്റ്റിനെയാണ് നമ്മളിവിടെ റുപ്പീസായിട്ട് പറയുക. പിന്നെ ഹവറിനെയാണ് നമ്മൾ ടൈമായിട്ട് പറയുക. ഇവിടെ എന്താ ഉള്ളത്? എ 120 ആണ് കോമ്പോസിഷനിൽ വരുന്നത്, ബി 180 ആണ്, ബഡ്ജറ്റഡ് ഹവേഴ്സ് 800 ആണ്. അപ്പോൾ നമുക്കത് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ എത്രയും വരിക? 120 ഇൻറ്റു 800 വരും. അപ്പോൾ നമുക്ക് 96,000 കിട്ടും. ബീൻ്റെതാവുമ്പോൾ 180 ഇൻറ്റു 800 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,44,000 കിട്ടും. ടോട്ടൽ കാണുക. ടോട്ടൽ എത്രയാണ്? 2,40,000 അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഈ ഇക്വേഷനിലുള്ള ഫസ്റ്റ് പോർഷൻ നമുക്ക് കിട്ടിയില്ലേ? എത്ര? ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷനും ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷനും നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ കാണാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ, രണ്ട് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ തന്നെ കാണാം. നമുക്ക് ഇതിലുള്ള അതേപോലെ കാണാം സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ. അപ്പോൾ അത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അറിയാം, ഇക്വേഷനായിട്ടൊന്നുമില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്തിനാണ് ചെയ്യുന്നത്? റേറ്റ്, അതായത് റുപ്പീസിനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റുപ്പീസും റേറ്റും അത് വേറെ പേരാണല്ലോ. അപ്പോൾ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പോസിഷനിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? നമ്മൾ ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണ് ഇത് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ നമ്മൾ ഓൾറെഡി ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷനും ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണ് ഇത് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഓരോന്നിൻ്റെയും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ലേ? അപ്പം അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം എ നോക്കാം. എൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 96,000 ആണ്. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്രയാണ്? എൻ്റെ നോക്ക്, സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്?
10 അല്ലേ, അപ്പോൾ ഇൻറ്റു 10. അപ്പം 9,60,000 കിട്ടും. ബീൻ്റെതും ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ച് എത്രയാണ്, 1,44,000. നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ട് ആ കണ്ടുപിടിച്ച ജസ്റ്റ് ഇങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇൻറ്റു പെർ 15 പെർ റേറ്റ് പെർ ഹവർ 15, അപ്പോൾ 2,60,000 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുക, 3,20,000. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് ആക്ച്വലിലും വരിക. ഈ സ്റ്റാൻഡേർഡിൻ്റെ സ്ഥലത്ത് ആക്ച്വൽ ആക്കുന്നത് വേണ്ടിയുള്ളൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാം കേട്ടോ. ആക്ച്വലും കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നോക്കുക, എന്തായാലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത അതേ ഇക്വേഷൻ എന്താ വരിക, ആക്ച്വൽ ടൈം. കോമ്പോസിഷന് നമ്മളിവിടെ ടൈമാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുവെച്ചാൽ ആക്ച്വൽ ടൈം ഇൻറ്റു എന്താണ് വരിക, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് കൺഫ്യൂഷൻ. അപ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. എ ഈക്വൽ ടു എത്രയാണ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്രയാണ്, 1,19,000 ഇൻറ്റു റേറ്റ് പെർ ഹവർ. സ്റ്റാൻഡേർഡിൻ്റെ റേറ്റ് പെർ ഹവർ തന്നെയാണ് വരിക, കാരണം സ്റ്റാൻഡേർഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പോൾ ഇൻറ്റു 10, അപ്പോൾ എത്ര വരും, 11,90,000 വരും. ബീൻ്റെതാവുമ്പോൾ 1,36,000 ഇൻറ്റു 15, അപ്പോൾ എത്ര വരിക, 20,40,000 വരും. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ 32,30,000. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ലേ, നമുക്ക് ഇക്വേഷനിലുള്ള എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ആ ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ MVV ഈക്വൽ ടു എന്തായാലും ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 2,55,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ എത്രയാണ്, 2,40,000 ഇൻറ്റു നമുക്ക് എന്തായിരുന്നു കാണാനുള്ളത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് എത്രയായിരുന്നു, 31,20,000 മൈനസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ എത്രയാണ്, 32,30,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, RS 85,000 കിട്ടും. 85,000 എന്താണ്, പോസിറ്റീവാണ് അതുകൊണ്ട് നമ്മൾ എന്താ എഴുതും, ബ്രാക്കറ്റിൽ ഫേവറബിൾ എന്ന് എഴുതും. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, റിവൈസ്ഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതേ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ലേബർ മിക്സ് വേരിയൻസ് കാണാമെന്ന് പറയുന്നത്. അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ വെച്ച് ഇത് കാണുമ്പോഴും ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ രണ്ടും ഞാൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ. അപ്പോൾ ഓർ മെറ്റേൻ്റെ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് തന്നെയാണോ നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, മെറ്റേൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെയാണോ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഒന്നെങ്കിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ റിവൈസ്ഡിൻ്റെ അതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് വെച്ചിട്ട് കാണും. അപ്പോൾ റിവൈസ്ഡിൻ്റെ ആകുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ, അത് നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം കാണണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഫസ്റ്റ് എഴുതി വെക്കാം. റിവൈസ്ഡിൻ്റെ ആകുമ്പോൾ നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ, LMV ഈക്വൽ ടു എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം
മൈനസ് ആക്ച്വൽ ടൈം. ഇതായിരുന്നു നമുക്ക് റിവൈസ്ഡിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പം റിവൈസ്ഡിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം കാണാൻ ഇക്വേഷൻ എന്താണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടോട്ടൽ total time of the actual composition divided by total time of standard composition. Total time of actual composition and total time of standard composition നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ടൈം നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം ഫസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് നമുക്ക് ഫസ്റ്റ് എൻ്റെ കാണാം കേട്ടോ. അപ്പം എ ഈക്വൽ ടു എത്രയാണ് വരിക? സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 96,000 ഇൻറ്റു ടോട്ടൽ വരുമ്പോൾ 2,55,000 വരും. ഡിവൈഡഡ് ബൈ 2,40,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,02,000 വരും. പിന്നെ നമുക്ക് ബീൻ്റെ നോക്കാം. ബി ഈക്വൽ ടു 1,44,000 ഇൻറ്റു ടോട്ടൽ ഇതന്നെ എത്ര? 2,55,000 ഡിവൈഡഡ് ബൈ 2,40,000. അപ്പോൾ നമുക്ക് എത്ര ബില്ല് വരിക? 1,53,000. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? LMV ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അപ്പം സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് എൻ്റെയും ബിൻ്റെയും സെപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് എന്താക്കാം? ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെതാകുമ്പം സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് വന്നത്? അതിൻ്റെ ആകുമ്പോൾ 10 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഇൻറ്റു റിവൈസ്ഡ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. 1,02,000 മൈനസ് ആക്ച്വൽ ടൈം എത്രയാണ്? 1,19,000. നമ്മൾ നേരത്തെ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,70,000 വരും. അതെന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് അൺഫേവറബിൾ ആണ്. അൺഫേവറബിൾ എന്ന് എഴുതുക. ബീൻ്റെതും അതുപോലെ നോക്കുക. ബീൻ്റെ എത്ര വരിക? 15 ഇൻറ്റു 1,53,000 മൈനസ് ആക്ച്വൽ എത്രയാണ്? 1,36,000. അപ്പോൾ നമുക്ക് എത്ര വരിക? 2,55,000 വരും. ഇത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഫേവറബിൾ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിത് ടോട്ടൽ കാണണം. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്താ കാണുക? നമുക്കത് മൈനസ് ചെയ്യണം അല്ലേ. LMBൻ്റെ ടോട്ടൽ കാണണമെങ്കിൽ നമുക്ക് എന്താക്കണം? ഇതിന്ന് ഇത് മൈനസ് ചെയ്യുന്നത് ഫേവറബിൾ ഒരു അൺഫേവറബിൾ നമ്മൾ മൈനസ് ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വരിക? 85,000 ആണ് വരിക LMB. അപ്പോൾ ഇത് എത്രയാണ്? ഫേവറബിളും അൺഫേവറബിളും ഏറ്റവും വലുതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇടുക. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്ത്? ഫേവറബിൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ ഫേവറബിൾ 85,000 എന്ന് കിട്ടിയത്. ഇപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്താലും നമുക്ക് എന്താ ഇത് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ.